ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 9ഉം 10ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 51 അഖാസുരവധവും വനഭോജനവും. ശ്ലോകം 9. വിഷാണികാമപി മുരളീം നിതംബകേ നിവേശയൻ കപളധര കരാംബുജേ പ്രഹാസയൻ കളവചനൈ കുമാരകാൻ ബുഭോജിത ത്രിദശഗണൈർമുദാനുത. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. വിഷാണികാം അപി മുരളീം നിതംബകേ നിവേശയൻ കപളധര കരാംബുജേ പ്രഹാസയൻ കളവചനൈ കുമാരകാൻ ബുഭോജിത ത്രിദശഗണൈർമുദാനുത. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ത്വം അങ്ങ്, വിഷാണികാം കൊമ്പും, മുരളീം ഓടക്കുഴലും, നിതംബകെ അരക്കെട്ടിൽ, നിവേശയൻ തിരുകി വെച്ച്, കരാംബുജെ മനോഹരമായ കയ്യിൽ, കപളധര ഉരുളയെടുത്തു, കുമാരകാൻ ഗോപകുമാരന്മാരെ, ബുഭോജിത ആഹാരം കഴിച്ചു, പ്രഹാസയൻ പുഞ്ചിരിപ്പിക്കുന്നവനായി, കളവചനൈ മനോഹരമായ വാക്കുകളാൽ, ത്രിദശഗണൈ ദേവന്മാരാൽ, മുദ സന്തോഷത്തോടുകൂടി, നുത സ്തുതിക്കപ്പെട്ടവനായി. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. വിഷാണികാമപി മുരളീം നിതംബകേ, നിതംബകേ ബ എന്നാണ്. നിവേശയൻ കപളധര, അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. കപള ബ എന്ന്, ഇവിടെ അതേപോലത്തെ ബ എന്നാണ്. ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കരാംബുജേ, ഇവിടെ അതേപോലത്തെ ബ എന്നാണ്. പ്രഹാസയൻ കളവചനൈ, അവിടെ വിസർഗം. കുമാരകാൻ ബുഭോജിത, ബു എന്നുള്ളത് ബാലൻ എന്നൊക്കെ ഉള്ളതിൻ്റെ ബ എന്നാണ്. ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജി ധ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ത്രിദശഗണൈർ മുതുക, ത്രിദശഗണൈർ എന്ന് വിട്ടിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ മുതുക എന്നുള്ളതിന് ഒരു മാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 മാന്നുണ്ട്. നുത, അവിടെ വിസർഗം. നു എന്നാണ് ഉച്ചരിക്കേണ്ടത്, ന്യൂ എന്നല്ല, നുത. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. എന്താ വെച്ചാൽ ഈ അക്ഷരമല്ല ആദ്യം വരുന്ന ഈ വാക്കിൻ്റെ, നുത. അതൊരു വാക്കാണ്, അതുകൊണ്ട് നു എന്നാണ് ഉച്ചരിക്കേണ്ടത്. വിഷാണികാമപി മുരളീം നിതംബകേ നിവേശയൻ കപളധര കരാംബുജേ പ്രഹാസയൻ കളവചനൈ കുമാരകാൻ ബുഭോജിത ത്രിദശഗണൈർമുദാനുത. അടുത്തത് 10ാമത്തെ ശ്ലോകം. സുഖാസനം ത്വിഹ തവ ഗോപമണ്ഡലേ മഖാസനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതസ്ത്രിദശവരൈർജഗത്പതേ മരുത്പുരീ നിലയഗതാത് പ്രപാഹി മാം. ഈ ശ്ലോകം എങ്ങനെ വായിക്കാമെന്നും അതിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥവും നോക്കാം. സുഖാസനം ത്വിഹ തവ ഗോപമണ്ഡലേ മഖാസനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുത സ്ത്രിദശ വരൈർ ജഗത്പതേ മരുത്പുരീ നിലയ ഗതാത് പ്രപാഹി മാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. സുഖാസനം സന്തോഷത്തോടെ കഴിക്കുന്ന ആഹാരം, തവ അങ്ങേക്ക്, ഇഹ ഈ വൃന്ദാവനത്തിൽ, ഗോപമണ്ഡലേ ഗോപസമൂഹത്തിലിരുന്ന്, മഖാസനാത് യജ്ഞാംശം കഴിക്കുന്നതിനേക്കാൾ, പ്രിയം ഇവ പ്രിയമെന്നതുപോലെ തോന്നുന്നു, ദേവമണ്ഡലേ ദേവസമൂഹത്തിൻ്റെ നടുവിലിരുന്ന്, ഇതി എന്ന് സ്തുതിക്കപ്പെട്ട, ത്രിദശവരൈ ദേവശ്രേഷ്ഠന്മാരാൽ, ജഗത്പതേ ലോകനായക,
മരുത്പുരി നിലയ ഗുരുവായൂരപ്പ. ഗതാത് രോഗത്തിൽ നിന്ന്, പ്രപാഹി രക്ഷിച്ചാലും, മാം എന്നെ, ത്വം അങ്ങ്. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. സുഖാസനം ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വിഹ ത്വി നവള ചിഹ്നം വള്ളി അതൊക്കെ ശ്രദ്ധിച്ചോളൂ. തവ ഗോപമണ്ഡലെ ണ ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട. മഖാസനാത് മഖാസനാൽ എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. മഖാസനാത് എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. പ്രിയം ഇവ പ്രിയമീവ. ദേവമണ്ഡലെ ഇവിടെ അതേപോലെ തന്നെ ഗോപമണ്ഡലേ എന്നുള്ള പോലെ ദേവമണ്ഡലേ ണ ഡ എന്നാണ്, ഒട്ടും ഊന്നണ്ട. ഇതി സ്തുതസ്ത്രിദശവരൈർ ജഗത്പദേ മരുത്പുരി നിലയ ഗതാത് പ്രപാഹിമാം. ഗതാൽ നവും ഇവിടെയും എഴുതിയിട്ടുണ്ടാവുക. ഗതാത് എന്നാണ് അത് ഉച്ചരിക്കേണ്ടത്. പ്രപാഹിമാം അങ്ങനെ നിർത്താം. സുഖാസനം ത്വിഹ തവ ഗോപമണ്ഡലേ മഖാസനാത് പ്രിയമിവ ദേവമണ്ഡലേ ഇതി സ്തുതസ്ത്രിദശവരൈർജഗത്പദേ മരുത്പുരി നിലയ ഗതാത് പ്രപാഹിമാം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.